കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ BMCCയുടെ പ്രാരംഭ കൂട്ടായ്മയിൽ തന്നെ ദൈവജനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ വല്ലഭനായ ദൈവമൊരുക്കിയ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യും. കടന്നു വന്നിരിക്കുന്ന ചർച്ച ജോസഫ് ഔദ്യോഗികമായ ഭാരവാഹികൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തുള്ളതായ വന്ദനങ്ങളെ അറിയിക്കുന്നു. സമയം നമ്മുടെ മുമ്പിൽ അധികമില്ല. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ നമുക്ക് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഒരു വാക്ക് പ്രാർത്ഥന. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല രാത്രിക്കായി സ്തുതിക്കുന്നു. കേൾവിക്കപ്പെട്ട നല്ല ആലോചനകൾക്കായി സ്തോത്രം, നല്ല വാക്യത്തിനായ സ്തോത്രം. ഇന്ന് രാത്രി വാക്യം ധ്യാനിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വിടുതലും ഉദ്ധാനത്തിന് കാരണമായി തീരുവാൻ നിന്നെ സഹായിക്കണം. പ്രാർത്ഥന കേൾക്കാനായ സ്തോത്രം യേശുനാമത്തിൽ കടന്നു വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ കർത്താവിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ പാട്ടുകൾ, സങ്കീർത്തനങ്ങൾ, ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനം നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. കുഞ്ഞുങ്ങളുടെ മനോഹരമായ പ്രോഗ്രാം വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു 3 പ്രോഗ്രാംസ് നടത്തുവാനായിരുന്നു. ഫെയ്ത്ത് ഓർ ട്രസ്റ്റ് വളരെ മനോഹരമായ പ്രോഗ്രാമായിരുന്നു. നമ്മുടെ പ്രിയ ജേസൺ ബ്രദറും കുടുംബവും നാട്ടിലേക്ക് പോകുന്നു, അങ്ങോട്ട് പോകുന്നു. ഒരു സുഖകരമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എപ്പോഴും ഇവർക്കെല്ലാം ഓർമ്മ വരെ എനിക്ക് അദ്ദേഹത്തെ ബൈക്കാണ് ഓർമ്മ വരുന്നത്. നല്ല സുഹൃത്ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. സ്തോത്രമില്ല. കർത്താവ് പ്രിയപ്പെട്ട ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനെന്നൊരു വലിയ വിഷയമായിട്ടാണ് വന്നത്. 15 മിനിറ്റിൻ്റെ 3 വിഷയം ഡിവൈഡ് ചെയ്ത് പ്രസംഗിക്കും. ആദ്യത്തെ ഭാഗം ഞാൻ കട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് 2 ഭാഗം, അവസാനത്തെ 2 ചാർട്ട് പ്രാവശ്യം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ വാക്യമായിട്ട് ഞങ്ങളുടെ സഭയിലെ കുഞ്ഞു സിസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഭർത്താവാണ് ഇവിടുത്തെ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി തന്നെ തലങ്ങ് വരുമ്പോൾ ഫോട്ടോ എടുക്കുന്നത്. അദ്ദേഹം BMCCയുടെ കൊയറിയറാണ്. എൻ്റെ അറിവിൽ പാട്ട് പാടിയിട്ടില്ല. മാത്രമല്ല ഏത് പാട്ടും കൈ എടുത്തിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മോനാണ് ആശി ഇവിടെ കീബോർഡ് വായിക്കുന്നത്. അപ്പൊ അപ്പനും മോനും എന്ന് യുദ്ധമാണ്. ആശിന്റെ അപ്പുറത്തിരിക്കുന്ന ഞങ്ങളുടെ സഹോദരൻ ടോം ഷിബു വലിയ പാട്ടുകാരാണ്. ഞാനിവരെ 4 പേരെയും പറഞ്ഞ കാര്യം ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. ഇവർ 4 പേരാണ് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ചർച്ചയിൽ വേദപുസ്തകം വായിച്ചു തീർത്തു. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങൾ എത്ര പേര് വേദപുസ്തകം വായിച്ചു തീർത്തു? ഒന്ന് കൈവെക്കാമോ? ഞങ്ങളുടെ സഭക്കാരും ഒക്കെ അല്ലേ. അപ്പം നമ്മുടെ ആക്ച്വലി യേശു ക്രിസ്തുവിൻ്റെ മഹാനിയോഗ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇപ്പം പറയാൻ വന്നെങ്കിലും ഈ വർഷം ഈ BMCCയിലുള്ള എല്ലാവരും വേദപുസ്തകം വായിച്ചു തീർക്കണം. ധൈര്യമുള്ളത് കൈവെക്കാമോ? ആർക്ക് ധൈര്യമില്ല. എൻ്റെ വൈഫ് മാത്രമേ കൈവെക്കുള്ളൂ. കാരണം ആരെങ്കിലും മുക്കിയില്ലെങ്കിൽ. അപ്പോൾ എല്ലാവരും ഈ വർഷം BMCCയിൽ എല്ലാവരും വേദപുസ്തകം വായിച്ചു തീർക്കണം. അതൊരു ചലഞ്ചായിട്ട് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ അനുഗ്രഹമായിരിക്കുന്നു പുസ്തകം. ദൈവജന ചിന്തയിലേക്ക് സമയം. വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ ഗോൾ ഇൻ 2025? നമ്മുടെ 2025 ആത്മീകമായ നമ്മുടെ ലക്ഷ്യം എന്തുവാണ്? ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ ദ ഗ്രേറ്റ് കമ്മീഷൻ ആയിരുന്നു നമ്മൾ വായിച്ച വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ നിയോഗം. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു.
3 വിധത്തിലാണ് ഞാൻ ഈ ഭാഗം ഇന്ന് രാത്രി ചിന്തിക്കാൻ വന്നത്. ഒന്ന്, ഇത് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവ് ഒരു റബിയാണ്. റബിയായിരുന്നു എന്ന് പറയുമ്പോൾ പലരും കർത്താവിനെ റബി എന്ന് വിളിക്കുവാനിടയായിട്ടുണ്ട്. കുറച്ചുകൂടെ കാലത്ത് നമ്മൾ പഠിച്ചാൽ നമ്മുടെ കർത്താവ് ഒരു സെമിക്ക റബിയായിരുന്നു. സെമിക്ക എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തെ ആധികാരികമായി പറയാൻ അതുപോലെ ഉണ്ടായിരുന്നതായ വ്യാഖ്യാനങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളെ ആധികാരികമായി പറയാൻ കഴിവുള്ള ഒരു റബിയായിരുന്നു കർത്താവ്, സെമിക്ക റബി. ഉദാഹരണം പറയുന്നത്, പൂർവന്മാര് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിട്ട് മാത്യു ചാപ്റ്റർ 5 ഒക്കെ വായിക്കുന്നുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നു. നോക്കുക, അപ്പൊ നമ്മുടെ കർത്താവ് അത്രയും അധികാരമുള്ളവനായിരുന്നു. ഈ ലോകം കർത്താവിനെ കണ്ടത്, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ലോകം കർത്താവിനെ കണ്ടത് മറിയയുടെ മകൻ, തച്ചന്റെ മകൻ, ചിലര് പറഞ്ഞ് ഭൂതമുണ്ടെന്ന് പറഞ്ഞു, ചിലര് പറഞ്ഞ് ശമരീരെന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഒരു തികഞ്ഞ യഹൂദനായിരുന്നു. യഹൂദ കുഞ്ഞുങ്ങളുടെ പഠനത്തെ കുറിച്ച് ഒന്ന് പഠിക്കുമ്പോൾ നമ്മളത് ഏറ്റവും അനുകരണീയമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ 2 വർഷങ്ങൾ എന്ന് പറയുന്നത് കർത്താവ് ബേഥലേഹേമിലായിരുന്നു. അതിനുശേഷം അടുത്ത 4 വർഷം കർത്താവ് മിസ്രൈമിലായിരുന്നു, ഈജിപ്തിലായിരുന്നു. 6-ാമത്തെ വയസ്സിലാണ് കർത്താവ് നസ്രത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ പല സിനഗോഗുകൾ ഉണ്ടായിരുന്നു. ഒരു യഹൂദ കുഞ്ഞിനെ കുറിച്ച് പഠിക്കുമ്പോൾ 2-ാമത്തെ വയസ്സിൽ ആ കുഞ്ഞ് ക്ഷേമ ചൊല്ലാൻ തുടങ്ങും. ക്ഷേമം എന്താണ് ഈ ക്ഷേമം എന്ന് ചോദിച്ചാൽ, യഹോവ ഏകൻ തന്നെ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ 2-ാമത്തെ വയസ്സിലെത്തും ആദ്യം അതെങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിന് 2-ാമത്തെ വയസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ല, അവിടെ ക്ഷേമ പഠിപ്പിക്കുക, യഹോവ ഏകൻ നിർബന്ധമായും പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം ചെന്ന് യഹൂദന്മാരോട് പറഞ്ഞാൽ നിങ്ങളുടെ ഏകനായ ദൈവമാണ്, ഏകനായ ദൈവമാണെന്ന് പറഞ്ഞു. 3-ാമത്തെ വയസ്സ് മുതൽ എബ്രായ ലെറ്റേഴ്സ് പഠിക്കാൻ തുടങ്ങി. ആലേഫ് മുതൽ തൗ വരെയുള്ളതായ 22 അക്ഷരങ്ങൾ പഠിക്കുന്നു. വേദപുസ്തകത്തിൽ 119-ാം സങ്കീർത്തനം വായിച്ചാൽ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 6-ാമത്തെ വയസ്സാകുമ്പോൾ ഫസ്റ്റ് സ്കൂൾ, ബേത്ത് സഫർ, ദ ഹൗസ് ഓഫ് ദി ബുക്ക്, സിനഗോഗിൽ ഒരു കോഴ്സാണ്, അങ്ങോട്ട് വിടുന്നു. ഏകദേശം 6 മുതൽ 4 വർഷം 10 വയസ്സ് വരെ അവിടെ പഠിക്കണം നിർബന്ധമായിട്ട്. അവിടെ പഠിക്കുന്ന പുസ്തകങ്ങൾ തോറയാണ്. തോറ എന്ന് പറഞ്ഞാൽ പെനറ്റൂക്ക്, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. പഠിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ പുസ്തകം ലേവ്യ പുസ്തകം. നമ്മൾ ഇതുവരെ ലേവ്യ പുസ്തകം വായിച്ചിട്ട് ഇല്ല. അപ്പൊ അവിടെ ആദ്യം 6 വയസ്സുള്ള മകൻ പഠിക്കാൻ തുടങ്ങുന്ന വിഷയം ലേവ്യ പുസ്തകം. അപ്പൊ ഈ ലേവ്യ പുസ്തകം മുതൽ ഇങ്ങോട്ട് പഠിച്ച് 5 പുസ്തകങ്ങൾ ഈ 4 വർഷം കൊണ്ട് പഠിച്ച് എഴുതാനും വായിക്കാനും കാണാതെ പറയാനും പഠിക്കുമ്പോൾ 10 വയസ്സാകും. 10 വയസ്സാകുമ്പോഴാണ് ഫസ്റ്റ് പാസ് ഓവറിലേക്ക് കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പുസ്തകം എടുക്കാൻ മുമ്പ്. 2-ാമത്തെ കോഴ്സാണ് ബെറ്റ് തൽമൂദ് എന്ന് പറയുന്നത്. ബെറ്റ് തൽമൂദ്, അത് ഹൗസ് ഓഫ് ലേണിംഗ്. 10 മുതൽ 14 വയസ്സിലുള്ളതാണ്. ഇത് തനാഖ് എന്ന് പറഞ്ഞാൽ തോറ, നെവി, തോറ എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥങ്ങൾ, നെവീം എന്ന് പറഞ്ഞ പ്രവചന പുസ്തകങ്ങൾ, കെതൂബീം എന്ന് പറയുന്നത് പദ്യ കൃതികൾ. അതാണ് പഴയ നിയമത്തിലെ 29 പുസ്തകങ്ങൾ. ഈ 29 പുസ്തകങ്ങൾ അടുത്ത 4 വർഷം കൊണ്ട് ഇവർ പഠിച്ചെടുക്കും. 14 വയസ്സായ ഒരു വേറെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കൈവയ്ക്കാറ് അറ്റ്ലീസ്റ്റ് പഴയ നിയമമെങ്കിലും. അപ്പൊ ഈ 39 പുസ്തകങ്ങൾ 14 വയസ്സ് കൊണ്ട് പഠിച്ചു കഴിയും. 12-ാമത്തെ വയസ്സായപ്പോഴേക്കും
ഈ പയ്യന് ചെറുക്കന് ബാർ മിസ്വ, ദ സൺ ഓഫ് ലോ, ന്യായപ്രമാണത്തിന്റെ മകൻ എന്നുള്ളതായ പട്ടം കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എന്തുകൊണ്ടാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ 12 വയസ്സുള്ളപ്പോൾ ഒരു പ്രത്യേക സംഭവം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 46 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു. The excellent questions for the teachers in the temple at his first Passover. 12-ാമത് വായിച്ചാട്ടെ. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നത് അവരുടെ ഉപദേശം കേൾക്കുകയും. ഇത് ശലോമോന്റെ മണ്ഡപം. ഈ ശലോമോന്റെ മണ്ഡപത്തില് പരീശന്മാര്, ശാസ്ത്രിമാര്, എസ്എൻഈസ്, മഹാപുരോഹിതന്മാര്, സന്നിധി സംഘം, ഒരു വലിയ കൂട്ടം അവിടെ നിന്ന് ഭയങ്കര ഡിസ്കഷൻസ്, ചർച്ചകൾ നടത്തും. അപ്പോഴാണ് 12 വയസ്സുള്ള നമ്മുടെ കർത്താവ് അവിടെ ചെല്ലുകയും അവരോട് എന്ത് ചെയ്യാണ്? അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, അവന്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവരുടെ വാക്കുകളിൽ വിസ്മയം ഉണ്ടാകുവാനിടയായിരുന്നു. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അതിശയം ഉണ്ടാകുവാനിടയായിരുന്നു. അപ്പോൾ ഈ 12-ാമത്തെ വയസ്സ് 14-ാമത്തെ വയസ്സാകുമ്പോൾ തൽമുത പഠിച്ചു കഴിയും. അതിനുശേഷം മിക്ക കുഞ്ഞുങ്ങൾ അവരവരുടെ ഓരോ ട്രേഡിലേക്ക് പോകും. യഹൂദന്മാരെ കുഞ്ഞുങ്ങൾ ഓരോ ട്രേഡുകളിലേക്ക് പോകും. മോസ്റ്റ് അവിടെ അവരപ്പൻ എന്ത് ട്രേഡ് ആകുന്നതാണ് മകൻ ചെയ്യുന്നത്. 18-ാമത്തെ വയസ്സ് കൊണ്ട് കല്യാണം പ്രായം തുടങ്ങുക, കല്യാണം ആരംഭിക്കാൻ നടക്കുക. മാക്സിമം 24 വയസ്സുകൊണ്ട് എന്ത് ചെയ്യണം? കല്യാണം കഴിഞ്ഞിരിക്കണം. അതാണ് യഹൂദന്മാരുടെ നിയമം അന്നത്തെ കാലത്ത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അടുത്ത ബ്ലഡ് മിദ്രാസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് അടുത്ത ലെവലാണ്. അത് കൂടെ പഠിച്ചു. 24 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ മനസ്സിലായിരിക്കണം ആ സ്റ്റുഡന്റ് ഒരു റബായി ആയി പോകാൻ പോകണം, റബി ആയി തീരാൻ പോവുകയാണ്. ആ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ റബി എന്ന പദം അവിടെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷേ റബി എന്ന സാധാരണ ഒരു ടീച്ചർ എന്ന അർത്ഥത്തിലാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. AD 70 ശേഷമാണ് അതൊരു മതപരമായ ഒരു ഡെസിഗ്നേഷനൊക്കെ ആയി മാറുകയാണ്. അപ്പൊ നമ്മുടെ കർത്താവിനെ ഞാൻ ഇത്രയധികം വിശദീകരിച്ച് പറയുന്നത്, നമ്മുടെ കർത്താവ് ഏത് തിരുവഴുത്തുകളും ഹൃദ്യസ്ഥമാക്കിയ ഒരാളായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ പരീശന്മാരും ശാസ്ത്രിമാരും ന്യായശാസ്ത്രിമാരും നിക്കോദെമോസിനെ പോലുള്ളതായ പരീശന്മാരൊക്കെ വന്ന് റബി എന്ന് വിളിക്കുവാനിടയായിരുന്നു. ഈ റബിയായ കർത്താവാണ് തന്റെ 11 ശിഷ്യന്മാരോട് പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ചത്. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുന്നു. ഈ 2025 നമ്മുടെ ആത്മീകമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് ബി എ ഡിസൈബിൾ ടു മേക്ക് ഡിസൈബിൾ. ഒരു ശിഷ്യനായിരുന്നിട്ട് മറ്റുള്ളവരെ യേശു ക്രിസ്തുവിന്റെ ശിഷ്യരാക്കുക എന്നുള്ളതാണ്. ആളെ ചേർക്കാൻ സഭയാളെ കൂട്ടാൻ്റെ പറയുന്നത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട്, ഉപവസിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് മറ്റുള്ളവരെ യേശുവിന്റെ ശിഷ്യനാക്കുക. അപ്പൊ ഗുരുവിനെ കുറിച്ച്, മാസ്റ്ററായ റബിയായ കർത്താവിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. അടുത്തത് മനസ്സിലാക്കുന്ന ആരാണ് യഥാർത്ഥ ശിഷ്യൻ. 3 തരത്തിലുള്ളതായ ശിഷ്യന്മാരുണ്ട്. ഒന്ന് നോൺ ഡിസൈപ്പിൾസ്, അവര് അഭിനയിക്കും ഞങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് അൺറിയൽ ഡിസൈപ്പിൾസ്, അവർ പറയും ഞങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നവരാ, പക്ഷേ യേശുവുമായിട്ട് യാതൊരുവിധമായ ബന്ധവുമില്ല. മൂന്നാമത്തെ കൂട്ടരാണ് റിയൽ ഡിസൈപ്പിൾസ്, യേശു ക്രിസ്തുവിനെ വാസ്തവമായി പിന്തുടരുന്നവർ. ആരാണ് യഥാർത്ഥ ശിഷ്യൻ? 2 വാക്യങ്ങൾ തെളിവിനോടായി. ഒരു വാക്യം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം, ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 31. നിങ്ങൾ അപ്പൊ നമ്മള് എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്ന ഒരാൾക്ക് എന്താകാൻ പറ്റത്തുള്ളൂ? ശിഷ്യനാകാൻ പറ്റത്തുള്ളൂ.
എന്നാൽ ഈ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുകയാണെന്ന് നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് തിരുവെഴുത്തുകൾ വായിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം, നമ്മൾ ഒരു ശിഷ്യനാണെങ്കിൽ മെമ്മറൈസ് ആൻഡ് ടു മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം എന്ത് ചെയ്യണം? ധ്യാനിക്കുകയും ഉരുവിടുകയും ചെയ്യുവാനിടയായിത്തീരും. ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുവാനിടയായിത്തീരും. റോമാലേഖനം 12-2 നമുക്കറിയാമല്ലോ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിത ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ ദൈവവചനം രൂപാന്തരപ്പെടുത്തും. അവനെ നിയന്ത്രിക്കുന്നതും അവന് ആലോചന പറഞ്ഞു കൊടുക്കുന്നതും അവന്റെ ചിന്തകളിലും അവന്റെ ആറ്റിറ്റ്യൂഡുകളിലും അവന്റെ പ്രസംഗത്തിലും അവന്റെ പെരുമാറ്റത്തിലും എല്ലാം എന്തുമായിരിക്കും? അവൻ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവനായിരിക്കും. അവൻ അങ്ങനെ ദൈവം നിലനിൽക്കുന്നവരാണ്, ആത്മപൂരിതനാണ്, സ്പിരിച്വൽ സാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പം ഒരു ജെന്യുവിൻ ഡിസൈപ്പിൾ എന്ന് പറയുന്നത് ദൈവവചനത്തിൽ ഒരിക്കലും അകന്നു പോകത്തില്ല. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് കട്ട് ചെയ്യാണ്. 14-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. എന്റെ അടുക്കൽ വരികയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ ഭയക്കാതിരിക്കുകയും ചെയ്യുന്നവനെ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയും. എന്റെ കർത്താവിന്റെ അടുക്കൽ ചെല്ലണം. അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരന്മാർ, സഹോദരികൾ സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുക എന്ന് പറയും. ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത്. പ്രയോറിറ്റി ആർക്കായിരിക്കണം? വൈഫ് പറയാ പ്രാർത്ഥനയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കണം. പ്രയോറിറ്റി ആർക്കായിരിക്കണം? ദൈവത്തിനായിരിക്കണം. എന്നാലും നമുക്ക് കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ. അടുത്ത വാക്യത്തിന്റെ അടുത്ത ഭാഗത്തോട് തന്റെ ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ വരാത്തവൻ എന്നെ ശിഷ്യനായിരിക്കാൻ കഴിയും. എന്താ ഈ തന്റെ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ്, നമ്മുടെ പ്രൈഡ് ഒക്കെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. Death to self and self interest എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ വേർപാട് ആചരിക്കുന്നവരായിരിക്കണം. ഈ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ മരണം വരെ കർത്താവിനെ അനുഗമിക്കും എന്നുള്ളതായ ഒരു വലിയ മെസ്സേജാണ് കൊടുക്കുവാനിടയായത്. ടോട്ടൽ കംപ്ലീറ്റ് കമ്മിറ്റ്മെന്റ്. മറ്റൊരു വാദങ്ങൾ വായിക്കുന്നത് തന്നെ താൻ ത്യജിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഡിസൈപ്പിൾ ഷുഡ് ഒബേ ദ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് ഓഫ് ചർച്ച്. ദൈവസഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ അനുസരിച്ചതായിരിക്കണം. രക്ഷിക്കപ്പെടണം, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടണം, ആത്മനിറവ് പ്രാപിക്കണം, അപ്പോസ്തലിക ഉപദേശം കൈക്കൊള്ളണം, വിശുദ്ധിയും വേർപാടും ആചരിക്കണം, കൂട്ടായ്മയെ ആചരിക്കണം, പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം, അവസാനമായിട്ട് വിശുദ്ധ തിരുമേശയിൽ എന്ത് ചെയ്യണം? പങ്കുകൊള്ളുന്നവരായി മാറണം. അങ്ങനെയുള്ളവരാണ് കർത്താവ് പറഞ്ഞത് സകല ജാതികളെയും ശിഷ്യനാക്കിക്കൊള്ളു. ഇതിന്റെ ഇടയ്ക്ക് ഒരു കൂട്ടര് ഏതാണ്ട് 20,000 മേലിൽ ആൾക്കാർ കർത്താവിനെ അനുഗമിച്ചു. അവർക്ക് എന്തുകൊണ്ട് ശിഷ്യരാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ചിന്തിക്കണം. കർത്താവ് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവർ വിചാരിച്ചത് യേശുക്രിസ്തു will become a political leader. ഈ റോമാധിപത്യത്തിൽ നിന്ന് അവരെ വിടുവിക്കുകയും യെരൂശലേമിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേലിനെ വിടുവിക്കുകയും ചെയ്യുന്നത് വലിയ കൺസെപ്റ്റീവ് ആയിട്ടായിരുന്നു ഈ 20,000 more people ആൾക്കാർ കർത്താവിനെ പിൻഗമിക്കുവാനിടയായിരുന്നു. ഈ നല്ല വചനങ്ങളെ പറഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യില്ല, അവരിൽ എല്ലാവരും പിൻവാങ്ങി പോകാനിടയായിരുന്നു. ജോൺ ചാപ്റ്റർ 6:63 വായിക്കുമ്പോൾ 66 ഒക്കെ വായിക്കുമ്പോൾ പലരും എന്ത് ചെയ്തു? പിൻവാങ്ങിപ്പോയി. അവസാനം ആര് ശേഷിച്ചു?
തന്റെ ശിഷ്യന്മാരുമാകുന്നത് നിങ്ങൾ പോകുന്നില്ലേ? നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ കർത്താവേ, നീ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ തന്നെ ഒരു 70-ലധികം ശിഷ്യന്മാരും കർത്താവിൽ ഉണ്ടായിരുന്നു വാസ്തവമായ കാര്യമാണ്. ഇവരോടാണ് വാസ്തവമായി എന്ത് വന്നാലും കർത്താവിനെ അനുസരിക്കാതെ, എന്ത് വന്നാലും കർത്താവിനെ പിൻപറ്റുന്ന തന്റെ ശിഷ്യഗണങ്ങളോടാണ് ദ ഗ്രേറ്റ് കമ്മീഷൻ കർത്താവ് കൊടുത്തത്. സകല ജാതികളെയും ശിഷ്യനാക്കിക്കൊള്ളുകയും. ഇത് വലിയ ഒരു സഭകൾക്കുണ്ടായ ഇന്നത്തെ ഏറ്റവും വലിയ അപജയങ്ങളിൽ ഒന്നാണ്. ഇത് മാത്രം ദൈവത്തിന്റെ വാക്യെല്ലാം ചെയ്യുന്നു, മറ്റുള്ളവരെ ശിഷ്യനാക്കുക എന്നുള്ളത്. ദ റിയൽ മിഷൻ ഓഫ് ചർച്ച് ഇതാണ്, ദ റിയൽ ഗോൾ ഓഫ് ചർച്ച് ഇതാണ്, സകല ജാതികളെയും ശിഷ്യനാക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? മിക്ക സഭ എന്ന് പറയുന്നത്, ആഗോള സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ ഈ ലാസ്റ്റ് കമാൻഡ്മെന്റിനോട് എന്ത് ചെയ്യുക? ഡിസൊബേ, അനുസരണക്കേട് കാണിക്കുകയാണ്. മാത്യു ചാപ്റ്റർ 15 നമ്മൾ അറിയാം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നിട്ട് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത്, നിങ്ങളുടെ ഫലം നിൽക്കേണ്ടത്. സ്പിരിച്വൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. എന്നാൽ സഭ അതിനകത്ത് നിന്ന് അകന്നു പോകുവാനിടയായി തീർന്നു. അൺസക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കൂട്ടം ഡിസൈപ്പിൾസ് ആണ് സഭയ്ക്കകത്തുള്ളത്. അവർ സഭയുടെ റിസോഴ്സസ് എല്ലാം അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് മറ്റു പല അട്രാക്റ്റീവ് പ്രോഗ്രാംസിനും അട്രാക്റ്റീവ് വിസിറ്റേഴ്സിനും വേണ്ടിയാണ്. അപ്പോൾ നടക്കാത്ത, ഈ കാലഘട്ടത്തിൽ നടക്കാത്ത ഒരു കാര്യമാണ് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്നുള്ളത്. ഇത് നടക്കണമെങ്കിൽ നമുക്കൊരു സൂപ്പർ നാച്ചുറൽ പ്രവർത്തനം ആവശ്യമാണ്. ആ ഡിവൈൻ കമാൻഡ്മെന്റിന് ഒരു ഡിവൈൻ എനേബിൾമെന്റ് നമുക്ക് ആവശ്യമാണ്. ആ ഡിവൈൻ എനേബിൾ ആവശ്യമാണെങ്കിൽ നമ്മൾ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായി മാറണം, ആത്മാവിൽ ജീവിക്കുന്നവരായി മാറണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി മാറണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടമായി നാം മാറുവാനിടയായി തീരണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഈ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുവാനിടയായി തീരുകയുള്ളൂ. ഞാൻ ശലോമൻ പറഞ്ഞല്ലോ, ഇരുവിലും മൂർച്ച കൂട്ടുന്നു, മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. ഈ രാത്രി ഇതിലൂടെ ഇരിക്കുന്ന ഈ 3 കൂട്ടർ ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. ഒന്ന്, ഒരു പൗലോസിനെ പോലെ പ്രായവും പക്വതയും ദൈവവചനത്തിന്റെ അടിസ്ഥാനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, അനുസരിക്കുന്ന, മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ കഴിവുള്ള ചില പൗലോസ്മാരിനകത്തിരിപ്പുണ്ട്. ചില ബർന്നബാസുമാരിനകത്തുണ്ട്. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാനും നമ്മുടെ പ്രവർത്തനങ്ങൾ അക്കൗണ്ടബിൾ ആണ് എന്ന് അവരെ പറഞ്ഞ് പ്രബോധിപ്പിക്കുവാനും കഴിയുന്ന ചില ബർന്നബാസുമാരിനകത്തിരിപ്പുണ്ട്. അപ്പോൾ തന്നെ ചില തിമോത്തിമാരിനകത്തിരിപ്പുണ്ട്. യൗവനക്കാരായ വിശ്വാസികളായ നാം എന്ത് ചെയ്യുന്നു? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ താല്പര്യമുള്ള 3 കൂട്ടരിനകത്തിരിപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പോളിനെ പോലെ പ്രായവും പരിജ്ഞാനവുമുള്ള നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര തിമോത്തിമാരെ നിങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കുവാനിടയായി തീർന്നിട്ടുണ്ട്? എത്ര തിമോത്തിമാരെ നമ്മൾ ദൈവസഭയിൽ പ്രൊഡ്യൂസ് ചെയ്യുവാനിടയായി തീർന്നിട്ടുണ്ട്? ബർന്നബാസിനെ പോലെ വളരെ മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കുന്നവരാണ് നമ്മൾ. പക്ഷെ എത്ര തിമോത്തിമാരെ നമ്മൾ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്? വലിയ പ്രവാചകനായ യെശയ്യാവ് ലോകത്തെ നോക്കി പറഞ്ഞു, അയ്യോ നിനക്ക് കഷ്ടം. ജാതികളെ നോക്കി പറഞ്ഞു, രാഷ്ട്രങ്ങളെ നോക്കി പറഞ്ഞു, അയ്യോ കഷ്ടം. 6-ാം അധ്യായത്തിൽ തന്റെ സകല പ്രതീക്ഷകളും അസ്ഥാനത്തായപ്പോൾ താൻ ദൈവസന്നിധിയിലേക്ക് ഓടി വരുമ്പോൾ ദൈവം തന്റെ അധരങ്ങളെ ശുദ്ധീകരിക്കുന്നത് കാണുവാനിടയായിരുന്നു. അപ്പോൾ ദൈവശബ്ദമുണ്ട്, ഞാൻ ആരെ അയക്കേണ്ടോ ആർ എനിക്ക് വേണ്ടി പോകും. ഈ രാത്രി നമ്മളോട് ചോദിക്കുന്നതാണ്, ആരെയാണ് നമ്മൾ അയക്കേണ്ടത്? കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, ആർ നമുക്ക് വേണ്ടി പോകും, ആർ എനിക്ക് വേണ്ടി പോകും? ആ ദൗത്യം ഏറ്റെടുക്കാൻ ഈ രാത്രിയോട് ആയിരിക്കുന്ന എല്ലാവരും തയ്യാറാകണം. എല്ലാവരും തയ്യാറാകണം. അതിനാണ് കർത്താവ് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത്. നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റി, നമ്മുടെ അവസ്ഥകളെ മാറ്റി, നമുക്ക് പറയാനാണെങ്കിൽ കണ്ണുനീരിന്റെ 1000 സാക്ഷ്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകാം. ഭരണവ്യവസ്ഥയിൽ നിന്ന്
ജനിച്ച അവസ്ഥയിൽ നിന്ന്, നിന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമുക്ക് ആത്മീകമായി, ഭൗതികമായി, വചനപരമായി ഇത്രയധികം മാറ്റം ദൈവം നൽകിയെങ്കിൽ, അനുഗ്രഹങ്ങളെ നമുക്ക് നൽകിയെങ്കിൽ എന്തുകൊണ്ട് ഈ ദൗത്യം നമുക്ക് ഏറ്റെടുത്തുകൂടാ? തീർച്ചയായും നമ്മൾ ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ്. ആരെനിക്ക് വേണ്ടി പോകും? ആർ നമുക്ക് വേണ്ടി പോകും? ആ ചോദ്യമില്ല. യെശയ്യാവിനെ പറയാൻ, അടിയനിതാ, അടിയനെ അയക്കണമേ. ഇങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് അവസാനിപ്പിക്കുകയല്ല. സകല ജാതികളെയും എന്റെ ശിഷ്യനാക്കിക്കൊള്ളും എന്ന് പറഞ്ഞ കർത്താവ് വലിയ പ്രോമിസ് ഉണ്ട് നമുക്ക്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. ഓക്കെ, നമ്മൾ ഒരിക്കലും കർത്താവ് അനാഥനായിട്ട് വിടുകയില്ല. നമ്മളെ കുഴിച്ചാടിക്കുന്ന കർത്താവല്ല, നമ്മളെ തള്ളിക്കളയുന്ന കർത്താവല്ല. ഈ മഹാനിയോഗം നമ്മളെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയാണ്. ഈ VMCC മീറ്റിംഗിൽ, ഈ പ്രാരംഭ റെഗുലർ മീറ്റിംഗിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ആ ഫസ്റ്റ് ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ കോളിംഗ് 2025? നമുക്ക് ഒത്തിരി കണക്കൊക്കെ കൂട്ടി ഒത്തിരി ഇനിയും നേടണം, ഇനിയും പിടിച്ചു കടന്നത് വിചാരിച്ചുകൊണ്ടിരിക്കുക. വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ കോൾ? ഓക്കെ, ഒരാളെയെങ്കിലും ശിക്ഷനാക്കാൻ കഴിയുന്നുവെങ്കിൽ, എന്റെ വാക്കുകളിൽ ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ അവസാനത്തെ ആ കമാൻഡ്മെന്റ് നമ്മൾ അനുസരിക്കുന്നവരായി മാറുവാനിടയായിരുന്നു. ദൈവം അതിനാണ് നമ്മളെ സഹായിക്കട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും താങ്ക് യു വെരി മച്ച്.